ഹായ്. അപ്പം നിബുവിന് നിച്ചുവിന് ഇക്കേട്ടൊന്ന് സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അപ്പം മദ്രസ് തുറന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു മദ്രസ് വിട്ട് വന്നപ്പോൾ തന്നെ 8 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിച്ചുവിൻ്റെ വണ്ടിയാണെങ്കിൽ 8:15 ഇവിടെ എത്തുകയും ചെയ്യും. അപ്പോൾ മദ്രസ് വിട്ട് വന്ന് ഓളെ ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ ആയപ്പോൾ തന്നെ സ്കൂൾ വണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നോമ്പ് കഴിയോളം ഇക്കയാണ് ഓളെ സ്കൂൾക്ക് കൊണ്ടായി കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ മിറാക്കിൾ ഫ്രൂട്ടും കണ്ടിട്ടോ ഒരു കിളിക്കൂട് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നോക്കി നിന്ന് ചെടിക്കൊക്കെ വെള്ളം നനച്ചു നിൽക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അനിയത്തി നിച്ചുവിന് ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തതാട്ടോ. ഓക്ക് സാമ്പോന് പരിപാടിക്ക് പോയിനല്ലോ, അന്ന് ഗോൾഡ് മെഡൽ കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വകര് സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ആ ഗിഫ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുക്കളയ്ക്ക് ഞാൻ അസർ നിസ്കാരത്തിന് ശേഷം ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ പണികൾ തുടങ്ങട്ടെ. അപ്പോൾ മക്കൾ രണ്ടാളും സ്കൂളിട്ട് വന്നുകാണ്ട് ഓലക്കുള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓല രണ്ടാളും കടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടതാ ഞാൻ വേഗം വന്നിട്ട് തന്നെ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഒരു നന്നാരി വെള്ളം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വേഗം നിന്നു കേട്ടോ. അത് ആദ്യം മസാല ഒക്കെ തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഇന്ന് ദോശയാണ് ഉണ്ടാക്കണത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് തന്നെ പത്തിരിയും നൂൽപുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്ന് പിന്നെ ദോശ ഉണ്ടാക്കാൻ നോമ്പ് തുടങ്ങിയിട്ട് പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് 5ാമത്തെ നോമ്പല്ലേ. അപ്പം അങ്ങനെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളുണ്ടായിരുന്നു കേട്ടോ ചിക്കന് മസാല വെച്ചിട്ട്. എന്നിട്ട് പിന്നെ ഞാനിതാ പൊരിച്ചിട്ടുണ്ട്, ബീഫ് അടുപ്പത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് അത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പത്തിന് നമ്മളെ തരി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ അതിലേക്ക് ഇതുണ്ടല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും അതിക്ക് നെയ്യൊക്കെ ഉണ്ടാക്കിയിട്ട് അതിക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കായ്പോളയാണ് ഉണ്ടാക്കുന്നത് സ്നാക്സായിട്ട്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് ഞാൻ ചെറുതാക്കി എടുത്ത പഴം അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടൊരു പാത്രം എടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ച് വാർന്നു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ടോ. കുറച്ച് പാലും പഞ്ചസാരയും കൂടെ അതിക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടോ. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പഴമല്ലേ അതും കൂടെ അതിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഈ പഴം ഈ ഉണ്ടാക്കി വെച്ചത് ഉണ്ടല്ലോ അത് ആ ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാനത് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഞാൻ നന്നാരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളക്കരല്ലേ വേണ്ടി വരിക, വേറെ ഒന്നിനും ആവശ്യം ഉണ്ടാവില്ല. ഞാനൊക്കെ ഒരുപാട് വെള്ളം കുടിക്കും കേട്ടോ. അപ്പം അങ്ങനെ ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇക്ക കടയിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇക്കും തന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് മേശപ്പുറത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചുറ്റോറും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ബാങ്ക് കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ് 2 മക്കൾക്കൊന്ന് നോമ്പായിരുന്നു കേട്ടോ. ഓല് ഇപ്പോൾ ഈ 5 നോമ്പ് ഓല് നോറ്റിട്ടുണ്ടായിരുന്നു. നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ഞങ്ങൾ ദോശയൊക്കെ തിന്നാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ ദോശ ഇടുകയാണ്. അപ്പം മക്കൾക്ക് 2 ആദ്യം ദോശ കൊടുത്തു, പിന്നെ ഞങ്ങളും ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.